എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേറ്റഡ് പരീക്ഷയുടെ കാറ്റഗറി 1ന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേറ്റഡ് പരീക്ഷ കാറ്റഗറി 1ന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞ വരകൾ ചേർന്ന് ഒരു വീട് പോലെ തോന്നുന്നു. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞ വരകൾ ചേർന്ന് ഒരു വീട് പോലെ തോന്നുന്നു. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? The following broken lines in the figure assumes to be a house. Which among the Gestalt theories is responsible for this? A. പൂർണ്ണതാ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. ബി. സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി. സി. സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി. ഡി. തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂയിറ്റി. എ ആണ് ഉത്തരം, പൂർണ്ണതാ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. ഈ ചോദ്യം മുമ്പ് കേറ്റഡ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യത്തിന്റെ ആവർത്തനമാണ്. കേറ്റഡ് പരീക്ഷയിലെ ചോദ്യങ്ങൾ പലതും ആവർത്തിക്കുകയാണ്. നമുക്ക് ആ ചോദ്യം പരിശോധിക്കാം. മുമ്പ് ഒരു കാറ്റഗറി 4 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത്. ചോദ്യം നമ്പർ 23. താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് വിവരിക്കുന്നത്? കഴിഞ്ഞ ചോദ്യത്തിൽ ഉള്ളതുപോലെ തന്നെ 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുകയാണ്. അതിൽ ഏതാണ് ശരിയായ ഉത്തരം? സി ആണ്, സമ്പൂരണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. ഈ 2 ചോദ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേറ്റഡ് പരീക്ഷയിലെ ചോദ്യങ്ങൾ പലതും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാല ചോദ്യ പേപ്പറുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത് കാറ്റഗറി 1ലെ ചോദ്യ പേപ്പറാണ്. പക്ഷെ അതേ ചോദ്യം തന്നെ കാറ്റഗറി 4ൽ വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ഈ നിയമങ്ങളൊക്കെ സംബന്ധിച്ച് കാറ്റഗറി 3ലും ചോദ്യങ്ങൾ വന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കാറ്റഗറി 3ക്ക് വേണ്ടി അല്ലെങ്കിൽ 2വിന് വേണ്ടി ഒരുങ്ങുന്ന ഒരാൾ കാറ്റഗറി 1ന്റെ സൈക്കോളജി പേപ്പറുകളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ധരിക്കേണ്ടതില്ല. ഏത് കാറ്റഗറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിലും നമ്മൾ അതൊന്ന് വായിച്ചു നോക്കണം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി ഈ നിയമങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ഇവ എന്താണ് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അവ സംബന്ധമായുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. എന്താണ് ആ ചിത്രം? കുറെ പൂജ്യങ്ങളാണ്. പക്ഷേ കേവലം പൂജ്യങ്ങളായി മാത്രമല്ല നമുക്ക് തോന്നുന്നത്. 2 ത്രികോണങ്ങളായിട്ട് തോന്നുന്നു. ചെറിയ പൂജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ത്രികോണം, വലിയ 3 പൂജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള മറ്റൊരു ത്രികോണം. യഥാർത്ഥത്തിൽ അത് ത്രികോണങ്ങളാണോ? അല്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുവാനാണ് മനുഷ്യന് താല്പര്യം. നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഇത്തരം വിവിധങ്ങളായ അംശങ്ങളെ ചേർത്തുകൊണ്ട് അർത്ഥപൂർണമായ ഒരു കാര്യമായി മനസ്സിലാക്കുവാനാണ് മനുഷ്യൻ ശ്രമിക്കാറുള്ളത്. ഇതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അഥവാ സമഗ്ര വീക്ഷണ മനഃശാസ്ത്രജ്ഞർ അഥവാ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, നമ്മുടെ വീക്ഷണ രംഗത്തിലെ വിവിധാംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായ സമഗ്ര ക്ഷേത്രമായി നാം പുനഃസംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന വിവിധങ്ങളായ അംശങ്ങളെ ചേർത്തുകൊണ്ട് അർത്ഥപൂർണമായ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്.
അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന ആ സമഗ്ര രൂപമുണ്ടല്ലോ, ഇവിടെ ത്രികോണം എന്നൊരു സമഗ്ര രൂപം നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തിരിക്കുകയാണ്. അത് അവിടെയുള്ള അംശങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണ്. ശരിയാണ്, 3 പൂജ്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ 3 വലിയ പൂജ്യങ്ങൾ മാത്രമല്ലേ അവിടെ ഉള്ളൂ. അതിൽ നിന്ന് ആ 3ഉം ചേർത്ത് അതിനേക്കാൾ വളരെ വലിയ ഒരു ത്രികോണത്തെ നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് അവിടെയുള്ള ഈ 3 പൂജ്യങ്ങളെക്കാൾ അഥവാ അംശങ്ങളെക്കാൾ വളരെ വലുതാണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്ത ആ ത്രികോണം എന്നത്. രണ്ടാമതായിട്ട്, ഈ പൂജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്ത ആ ത്രികോണം. അപ്പോൾ 2 കാര്യമാണ്. ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന സമഗ്ര രൂപം അംശങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണ് എന്നാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് 4 നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഒന്നാമതായിട്ട് സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. 2 സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. മൂന്നാമത്തത് സമ്പൂരണ നിയമം, ലോ ഓഫ് ക്ലോഷർ. നാലാമത്തത് തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂയിറ്റി. ആദ്യത്തെ നിയമം സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. ഈ നിയമം സൂചിപ്പിക്കുന്നത് നാം ഒരു ചോദക സംഘാതത്തിന്റെ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നു എന്നാണ്. മലയാളത്തിലെ ഈ കട്ടി കാരണം ഒരുപക്ഷെ ആ പറഞ്ഞത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. സംഗതി വളരെ സിമ്പിളാണ്. അതായത് നേരത്തെ കണ്ട ആ ചിത്രം ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നു. ഇവിടെ 2 തരത്തിൽപ്പെട്ട പൂജ്യങ്ങളുണ്ട്. വലിയ 3 പൂജ്യങ്ങളുണ്ട്, ചെറിയ കുറെ പൂജ്യങ്ങളുണ്ട്. അപ്പോൾ സമാനങ്ങളായ 2 തരത്തിലുള്ള പൂജ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സമാനങ്ങളായതെല്ലാം പരസ്പര ബന്ധിതമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. അതാണ് പറഞ്ഞത്. ഇവിടെ ചെറിയ പൂജ്യങ്ങൾ അവയെല്ലാം സമാനമാണ്, ഒരുപോലെയുള്ളവയാണ്. അവയെല്ലാം പരസ്പരം ബന്ധമുള്ളവയും കൂടിയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ആ ചെറിയ പൂജ്യങ്ങളെ എല്ലാറ്റിനെയും ചേർത്തുകൊണ്ട് ഒരു ത്രികോണമാണ് എന്ന് നമുക്ക് തോന്നാൻ കാരണം അതാണ്. അല്ലെങ്കിൽ കേവലം കുറെ പൂജ്യങ്ങൾ എന്ന് മാത്രം കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് തോന്നുന്നത്. സമാനമായതെല്ലാം ചേർത്തുകൊണ്ട് അവ പരസ്പരം ബന്ധമുള്ളവയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ചെറിയ പൂജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ത്രികോണം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തത്. വലിയ പൂജ്യങ്ങൾ നോക്കാം. ആ ത്രികോണത്തിന് 4 ഭാഗത്തും 3 ഭാഗത്തും 3 പൂജ്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നല്ല നമ്മൾ കാണുന്നത്. ആ 3 പൂജ്യങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ത്രികോണം നമ്മൾ മനസ്സിൽ ഉരുത്തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാണ് ഈ പറയുന്നത്. സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും നാം പ്രത്യക്ഷണം ചെയ്യുന്നു. അഥവാ സമാനങ്ങളായി നമ്മൾ കാണുകയാണെങ്കിൽ അവ പരസ്പരം എന്തോ ഒരു ബന്ധമുണ്ട്, അതിന് ത്രികോണമായിട്ട് നാം അങ്ങ് വ്യാഖ്യാനിച്ചെടുക്കും. അതാണ് സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2012 കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ കുത്തുകൾ ചേർന്ന് ഒരു രൂപമുണ്ടാകുന്നുണ്ടോ? മനുഷ്യ മനസ്സിന്റെ ഏത് ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ കുറെ പൂജ്യങ്ങൾ, ഇവിടെ കുറെ കുത്തുകളാണ്. അവയാണ് ഒരേ വലിപ്പത്തിലുള്ള കുറെ കുത്തുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സാമ്യതാ നിയമം നമ്മൾ കാണുകയുണ്ടായി. സമാനങ്ങളായി നമുക്ക് തോന്നുന്നവ പരസ്പര ബന്ധിതം കൂടിയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരേ വലുപ്പത്തിലുള്ള കുറെ കുത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതൊരു ത്രികോണമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എ എന്നതാണ് ഉത്തരം. സദൃശം അഥവാ സിമിലാരിറ്റി, ലോ ഓഫ് സിമിലാരിറ്റിയാണ് ഇവിടെ ബാധകമായിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സ് ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തത് ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായി നാം പ്രത്യക്ഷണം ചെയ്യുന്നു. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായി നാം പ്രത്യക്ഷണം ചെയ്യുന്നു. ഇവിടെ ഈ 6 വരകൾ കാണുന്നില്ലേ? പക്ഷെ അതിന് 6 വരകളായിട്ടല്ല നമുക്ക് തോന്നുന്നത്. ഒരു ചെറിയ വരയും ഒരു വലിയ വരയും ചേർന്നുകൊണ്ട് ഒരു സെറ്റ്.
അങ്ങനെ 3 സെറ്റ് വരകൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ കാരണം എല്ലാ വരകളും തമ്മിൽ ഒരേ സ്പേസ് അല്ലാത്തത് കൊണ്ടാണ്. 2 വരകൾ അടുത്ത്, ശേഷം ഒരു സ്പേസ്, പിന്നെ 2 വരകൾ അടുത്ത്, പിന്നെ ഒരു സ്പേസ്, അങ്ങനെയാണ്. അപ്പൊ 2 വരകൾ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു സെറ്റാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ വ്യാഖ്യാനിക്കുക എന്നാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായിട്ട് മനുഷ്യൻ പ്രത്യക്ഷണം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ്. The fact that objects that are near each other tend to be grouped together is known as. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. അടുത്തടുത്തിരിക്കുന്നവയെ ഒരു ഗ്രൂപ്പായി കാണുക, അതാണ് പ്രോക്സിമിറ്റി അഥവാ സാമീപ്യം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്, ലൈല സോ ഹർ ഹസ്ബൻഡ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൂവി തിയേറ്റർ. തൻ്റെ ഹസ്ബൻഡ് ഒരു തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ലൈല കണ്ടു. ലേറ്റർ ഷീ അക്യൂസ്ഡ് ഹിം ഓഫ് ഗോയിങ് ഫോർ മൂവി വിത്തൗട്ട് ഹർ. അവളെ കൂട്ടാതെ മൂവിക്ക് പോയി, സിനിമക്ക് പോയി എന്ന് പിന്നീട് അവൾ അദ്ദേഹത്തോട് പരാതി പറയുകയുണ്ടായി. The assumption Leila made about her husband can be explained by which of the principles? ലൈല ഊഹിച്ചെടുത്ത ഈ ഊഹം, തൻ്റെ ഭർത്താവ് സിനിമക്ക് പോയതാണ് എന്ന് ലൈല ഊഹിച്ചെടുത്തല്ലോ, ആ ഊഹത്തെ, ആ അസംഷനെ നമുക്ക് ഏത് തത്വം ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിക്കും എന്നാണ്. പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പോസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റിയാണ്. സിനിമ തിയേറ്ററിന്റെ അടുത്ത് നിൽക്കുന്നു എന്നതാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം. അപ്പോൾ അടുപ്പം, പ്രോക്സിമിറ്റി, സാമീപ്യം, അതാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി അഥവാ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. ഇനി നമുക്ക് പറയാനുള്ളത് ലോ ഓഫ് ക്ലോഷർ, സമ്പൂരണ നിയമം. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഒരു ചിത്രം കാണുന്നുണ്ട്. അതെന്താണ്? ഉടനെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം അതൊരു വൃത്തമാണ് എന്ന്. സത്യത്തിൽ അതൊരു വൃത്തമേ അല്ല, അത് 4 വരകളാണ്. വൃത്തമാണെങ്കിൽ അതിനിടയിൽ വിടവുകൾ ഉണ്ടാവുകയില്ലല്ലോ. പക്ഷെ ആ വിടവുകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അതൊരു വൃത്തമായിട്ട് സങ്കല്പിക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ വിടവുകളെ അടക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിനെയാണ് സമ്പൂരണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് അപൂർണതകൾ കണ്ടാൽ വ്യാകുലമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അക്കാരണത്താൽ തന്നെ വിടവുകൾ അടക്കാനുള്ള പ്രവണത മനുഷ്യൻ കാണിക്കുന്നു. ഇതിനെ ലോ ഓഫ് പ്രാഗ്നൻസ് എന്നാണ് വിവക്ഷിക്കുന്നത്. അപ്പൊ സമ്പൂരണ നിയമം എന്നാൽ ക്ഷേത്ര ചിത്രീകരണത്തിനു വേണ്ടി നമ്മൾ ചിത്രത്തിൽ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത, അതായത് വിടവുകളെ അടക്കുന്ന പ്രവണത കാണിക്കുമെന്നാണ് സമ്പൂരണ നിയമം പറയുന്നത്. 4-മത്തത് ലോ ഓഫ് കണ്ടിന്യൂയിറ്റി, തുടർച്ചാ നിയമം. ഇപ്പോൾ ചിത്രത്തിലേക്ക് നോക്കുക. അത് ഫ്രേസറുടെ സ്പൈറൽ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതൊരു സ്പൈറൽ അല്ല, കുറെ ഏകകേന്ദ്ര വൃത്തങ്ങളാണ്. ഒരൊറ്റ സെൻട്രലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വൃത്തങ്ങളാണ് അതെല്ലാം. പക്ഷേ തുടർച്ചാബോധം കിട്ടാനായി അതിനെ ഒരു സ്പൈറലായി സങ്കല്പിക്കാനാണ് മനുഷ്യർ ഇഷ്ടപ്പെടുക. ഇതാണ് തുടർച്ചാ നിയമം പറയുന്നത്. പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായ ഒരു തുടർരേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ നാം ശൃംഖലനം ചെയ്യുന്നുവെന്നാണ് തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂയിറ്റി സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? വിച്ച് എമംഗ് ദി ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദി ഇൻ-ഡെപ്ത് സ്റ്റഡി അബൌട്ട് എ പെർട്ടിക്കുലർ സ്റ്റുഡന്റ്? എ. ചോദ്യാവലി അഥവാ ക്വസ്റ്റ്യനെയർ, ബി. അഭിമുഖം അഥവാ ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. സി ആണ് ഉത്തരം, കേസ് സ്റ്റഡി. ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതിയാണ്
കേസ് സ്റ്റഡി. സി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? Which among the following does not belong to the category of products in the structure of intellect model of intelligence? ഗിൽഫോർഡിന്റെ സിദ്ധാന്തത്തെ കുറിച്ചാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്ന വിഭാഗത്തിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? യൂണിറ്റ്, ക്ലാസസ്, കൊഗ്നീഷൻ, സിസ്റ്റംസ്. സി ആണ് ഉത്തരം, കൊഗ്നീഷൻ. കൊഗ്നീഷനെ അദ്ദേഹം ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഗിൽഫോർഡിന്റെ സിദ്ധാന്തം? ബുദ്ധി സംബന്ധമായിട്ട് ഗിൽഫോർഡ് പറഞ്ഞ സിദ്ധാന്തം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന ഗണത്തിൽ ഉൾപ്പെട്ടത് എന്നും പരിശോധിക്കാം. ഗിൽഫോർഡിന്റെ തിയറി, ഘടകാപഗ്രഥനം അഥവാ ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ഗിൽഫോർഡ് ഒരു ബുദ്ധി മാതൃക വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. അദ്ദേഹം ഈ ബൗദ്ധിക ഘടനയുടെ ഒരു സ്ഥിതി വിവരണം അഥവാ ഒരു ടോപ്പോഗ്രഫി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇതാണ് ഗിൽഫോർഡ് രൂപകൽപ്പന ചെയ്ത ടോപ്പോഗ്രഫി. അദ്ദേഹം പറയുന്നത് ഒരു ബൗദ്ധിക പ്രവർത്തനം അഥവാ ഒരു ബുദ്ധിപരമായ പ്രവർത്തനം 3 അടിസ്ഥാന തലങ്ങളിലാണ് അഥവാ 3 പാരാമീറ്റേഴ്സുകളിലാണ് നിർവചിക്കപ്പെടുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് പ്രവർത്തനങ്ങൾ, ചിത്രത്തിൽ നമുക്ക് കാണാം പ്രവർത്തനങ്ങൾ അഥവാ ഓപ്പറേഷൻസ്. 2 ഉള്ളടക്കങ്ങൾ അഥവാ കണ്ടന്റ്സ്. 3 പ്രൊഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ. ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് അദ്ദേഹം പ്രൊഡക്ഷൻസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അദ്ദേഹം 5 തരം ഓപ്പറേഷൻസ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ 5 തരം കണ്ടന്റ്സ് അദ്ദേഹം കണ്ടെത്തി. 6 തരം പ്രൊഡക്ട്സുകളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇവ കൂടി ചേർന്നുകൊണ്ട് ആണ് ഓരോ ഘടകങ്ങൾ, ബുദ്ധിയുടെ ഘടകങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഓപ്പറേഷൻ, ഒരു പ്രൊഡക്റ്റ്, ഒരു കണ്ടന്റ്, അങ്ങനെ ചേർന്നുകൊണ്ട് അവ 3ഉം ചേർന്നുകൊണ്ട് ഒരു ത്രിമാന അഥവാ ഒരു ട്രൈഗ്രാം അഥവാ ഒരു ത്രിമാന ബിംബം ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മൊത്തം 150 ഘടകങ്ങൾ, പരമാവധി 150 ഘടകങ്ങൾ ഉണ്ടായിത്തീരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതാണ് ഗിൽഫോർഡിന്റെ തിയറി. അദ്ദേഹം ഇത് ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴിയാണ് ഈ ബുദ്ധി മാതൃക അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണയ രീതിയാണ് സ്വീകരിക്കുക? കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണയ രീതിയാണ് സ്വീകരിക്കുക? എ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ബി, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. സി, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഡി, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഡി ആണ് ഉത്തരം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മൂല്യനിർണയ രീതിയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പൊ എന്താണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പരിശോധിച്ചാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഒരു കോഴ്സിന്റെ അവസാനമാണ് നടത്തുക. എന്നാൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആ കോഴ്സിന്റെ ഇടക്ക് വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവയാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഒരു കോഴ്സിന് ഇടയിൽ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഇവാലുവേഷൻ നടത്തിയാൽ പഠനം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒരിക്കൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നൊക്കെ വിലയിരുത്താനും പഠനം പിന്നീട് മെച്ചപ്പെടുത്താനും സാധിക്കും. എന്നാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ അങ്ങനെയല്ല. അത് കോഴ്സിന്റെ അവസാനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് പഠനം മെച്ചപ്പെടുത്തുക എന്നൊരു കാര്യം ഉണ്ടാവുന്നില്ല. അവിടെ തോൽക്കണോ ജയിക്കണോ എന്ന് തീരുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. അഞ്ചാമത്തെ ചോദ്യം,
കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത്. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത്. In order to find out learning deficiencies and difficulties of learners, we can adopt A. Placement evaluation, B. Diagnostic evaluation, C. Summative evaluation, D. None of these. None of these എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഉത്തരം ബി ആണ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് അതല്ല എന്ന് നമുക്കറിയാം. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത്. ബി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത്. എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത്. If an assessment measures what it is intended to measure, then that assessment is A. Reliable അഥവാ വിശ്വാസയോഗ്യമായത്, വാലിഡ് സാധുവായത്, C. Unreliable വിശ്വാസയോഗ്യമല്ലാത്തത്, D. Invalid അസാധുവായത്. ബി ആണ് ഉത്തരം, വാലിഡ് സാധുവായത് ആണത്. അളക്കുവാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ അളക്കുകയാണെങ്കിൽ ആ മൂല്യനിർണ്ണയത്തെ വാലിഡ് അഥവാ സാധുവായത് എന്നാണ് പറയുക. ഒരു മൂല്യനിർണ്ണയം അഥവാ ഒരു ടെസ്റ്റ്, ഒരു അസസ്മെന്റ് എങ്ങനെയായിരിക്കണം? അതിന് ചില അടിസ്ഥാന സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം, ചില അടിസ്ഥാന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു നല്ല ചോദ്യപേപ്പറിന്റെ അഥവാ ഒരു നല്ല ഒരു ടെസ്റ്റിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത്. നമ്മളൊരു ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ അതിൽ പ്രധാനമായും ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവ മാത്രമല്ല വേറെയും ഉണ്ട്, ഇവിടെ ചുരുക്കിയിട്ട് ഞാൻ 3 മാത്രം പറയുകയാണ്. 1 വാലിഡിറ്റി, 2 റിലയബിലിറ്റി, 3 ഒബ്ജക്റ്റിവിറ്റി. ഇതൊരു ചോദ്യപേപ്പറിന് അഥവാ ഒരു ടെസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണസവിശേഷതകളാണ്. 1 വാലിഡിറ്റി, അതാണ് നേരത്തെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞത്, വാലിഡ് ആണോ എന്ന് പറഞ്ഞല്ലോ. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ഗണിതത്തിലുള്ള അഥവാ മാത്സിലുള്ള കഴിവ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരീക്ഷ നടത്തുകയാണ്. അതിന് തയ്യാറാക്കിയ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിൽ കുറെ GK ചോദ്യങ്ങൾ ചേർത്തു, അതിൽ കുറെ ഇംഗ്ലീഷ് സാഹിത്യ സംബന്ധമായ ചോദ്യങ്ങളൊക്കെയാണ് ചേർത്തെങ്കിൽ ഈ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അളക്കാൻ സാധിക്കില്ല. അങ്ങനെ അളക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അളക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുക. അത്തരം ചോദ്യങ്ങളാണ് ആ ടെസ്റ്റിൽ ആ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ ചോദ്യപേപ്പറിന് വാലിഡിറ്റി ഉണ്ട്. രണ്ടാമത്തേതാണ് റിലയബിലിറ്റി. അതായത് ഒരു കുട്ടിക്ക് ഒരു ചോദ്യപേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പരീക്ഷ നടത്തി, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പരീക്ഷ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് അവന് തന്നെ നമ്മൾ വീണ്ടും പരീക്ഷ നടത്തി. പിറ്റേന്നും നമ്മൾ അവന് ആ ചോദ്യപേപ്പർ ഉപയോഗിച്ച് തന്നെ പരീക്ഷ നടത്തി. അപ്പോഴൊക്കെ ഏതാണ്ട് ഒരേ മാർക്ക് തന്നെ ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലയബിലിറ്റി ഉണ്ട്. അല്ലാതെ ഇപ്പോൾ പരീക്ഷ നടത്തിയപ്പോൾ 25 മാർക്ക് കിട്ടി, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പരീക്ഷ നടത്തിയപ്പോൾ അവർ 100 മാർക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ആ ടെസ്റ്റിൽ റിലയബിലിറ്റി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തത് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടി എഴുതിയ ആൻസർ പേപ്പർ 2 ടീച്ചർമാർ വിലയിരുത്തി മാർക്കിടുകയാണെങ്കിൽ ഏതാണ്ട് ഒരേ മാർക്ക് തന്നെ കിട്ടണം. അല്ലാതെ വലിയ മാർക്കിന്റെ വ്യത്യാസം ആ രണ്ട് ടീച്ചർമാർ നോക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. ഒരു ആൻസർ പേപ്പർ, ഒരു കുട്ടിയുടെ ആൻസർ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് 2 അധ്യാപകർക്ക് കൊടുത്തു, അവര് അത് വിലയിരുത്തി തിരികെ തരുമ്പോൾ മാർക്കിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റിന് ഒബ്ജക്റ്റിവിറ്റി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നോക്കുന്ന വ്യക്തിയുടെ ബയാസ്, അയാളുടെ പക്ഷപാതങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല.
അയാളുടെ മനോനിലക്കനുസരിച്ചുകൊണ്ട് മാർക്കിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഏഴാമത്തെ ചോദ്യം, പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക. പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക. അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ഇൻ ദി സീക്വൻഷ്യൽ ഓർഡർ. പ്രശ്ന പരിഹരണം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ്. അതിന്റെ ഘട്ടങ്ങൾ ക്രമമായിട്ട് രേഖപ്പെടുത്താനാണ് ചോദ്യം. ഇതിൽ ഡി എന്ന ഓപ്ഷനാണ് ശരി. അതായത് ആദ്യം ചെയ്യേണ്ടത് പ്രശ്നം തിരിച്ചറിയലാണ്. ഡിയിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ബി എന്നാണല്ലോ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ എ ആണ്, അഥവാ പരികൽപ്പനകളുടെ രൂപീകരണം. ആദ്യം പ്രശ്നം തിരിച്ചറിയുക, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. പിന്നെയാണ് പരികൽപ്പനകൾ രൂപീകരിക്കുന്നത്, അഥവാ ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ. പിന്നെ സി ആണ്, അഥവാ വിവരശേഖരണം, അഥവാ കളക്ഷൻ ഓഫ് ഡാറ്റ. പിന്നെയാണ് ഡി, അവസാനമാണ് നിഗമനത്തിൽ എത്തിച്ചേരുന്നത്, അഥവാ ഡ്രോയിങ് കൺക്ലൂഷൻസ്. ഒന്നുകൂടി പറയാം, ആദ്യം പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക, പിന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ അഥവാ പരികൽപ്പനകൾ രൂപീകരിക്കുക, അതിനുശേഷം കളക്ഷൻ ഓഫ് ഡാറ്റ അഥവാ വിവരശേഖരണം, നാലാമതായി നിഗമനത്തിൽ എത്തിച്ചേരുക അഥവാ ഡ്രോയിങ് കൺക്ലൂഷൻസ്. ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. എട്ടാമത്തെ ചോദ്യം, വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹ്യമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യമാണ്. വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹ്യമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യമാണ് എ ഡെവലപ്മെന്റൽ ഡിസാബിലിറ്റി ദാറ്റ് സിഗ്നിഫിക്കന്റ്ലി അഫക്റ്റിംഗ് verbal and non-verbal communication and social interaction of children is cerebral palsy, epilepsy, autism, ADHD. സി ആണ് ഉത്തരം, ഓട്ടിസം. ഓട്ടിസം വെർബലും നോൺ വെർബലുമായ കമ്മ്യൂണിക്കേഷൻ അഥവാ വാചികവും അവാചികവുമായ ആശയവിനിമയത്തെ അത് മോശമായിട്ട് സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ സാമൂഹ്യമായി ഇടപെടലിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് ഓട്ടിസത്തിന്റെ പ്രത്യേകത. അതൊരു ഡെവലപ്മെന്റൽ ഡിസാബിലിറ്റിയാണ് അഥവാ വികാസ വൈകല്യമാണ്. ഒമ്പതാമത്തെ ചോദ്യം, സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത്. സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺസ്. എ, അവർക്ക് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനാകും. ദേ നോ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ശരിയാണ്. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. ദേ ഹാവ് ഇനഡിക്കേറ്റ് ലെവൽ ഓഫ് ആസ്പിറേഷൻസ്. അത് ശരിയല്ല, അതാണ് തെറ്റ്. പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാകും. വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല. ബി ആണ് ഇവിടെ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺസിന്റെ സ്വഭാവമല്ലാത്തത്. ബി ആണ്. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും എന്നതാണ്. അവർക്ക് അപര്യാപ്തമായ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നത് ശരിയല്ല. അപ്പൊ ബി ആണ് തെറ്റായിട്ടുള്ളത്. അതാണ് ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. പത്താമത്തെ ചോദ്യം, കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? അക്കോർഡിംഗ് ടു കോൾബർഗ്സ് മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, പണിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ബിലോങ്സ് ടു എ, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ബി, യാഥാസ്ഥികാനന്തര സദാചാര തലം, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. സി, പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം. സി, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. ഡി, യാഥാസ്ഥിത സദാചാര തലം, കൺവെൻഷണൽ സ്റ്റേജ്. സി ആണ് ഉത്തരം, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം. ഞാൻ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് പല ചോദ്യങ്ങളും എന്ന്.
2019 ഫെബ്രുവരിയിലെ സൈക്കോളജിയുടെ കാറ്റഗറി 1 സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ. അതിലെ 18ാമത്തെ ചോദ്യമാണ് ഈ 10ാമത്തെ ചോദ്യം. ചെറിയൊരു വ്യത്യാസം, ചില വാക്കുകളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേ കാര്യം കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തെക്കുറിച്ച്, അതിൽ ശിക്ഷയും അനുസരണവും എന്ന ആ ഘട്ടത്തെക്കുറിച്ച് തന്നെയാണ് ഈ ചോദ്യം. അതുകൊണ്ട് ആ ഭാഗം അപ്പോൾ വിശദീകരിച്ചത് നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. ലോറൻസ് കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്നത് ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. ലോറൻസ് കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്നത് a child shows obedience in order to avoid punishment. He belongs to the moral development stage suggested by Lawrence Kohlberg. A പ്രാഗ് യാഥാസ്ഥിക സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ. ബി യാഥാസ്ഥിതിക സദാചാര ഘട്ടം അഥവാ കൺവെൻഷണൽ. സി യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ. ഡി ഇവയൊന്നുമല്ല, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജിലാണ്, അഥവാ പ്രാഗ് യാഥാസ്ഥിക സദാചാര ഘട്ടം. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എ ആണ് ഉത്തരം. പക്ഷെ ഇവിടെ മലയാളത്തിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ചില പുസ്തകങ്ങളിൽ ഇങ്ങനെയല്ല പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ എന്നിവയ്ക്ക് മലയാളം നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ ശിവരാജന്റെ പുസ്തകത്തിൽ ഇങ്ങനെയല്ല ഈ വാക്കുകൾക്ക് മലയാളം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പ്രീ കൺവെൻഷണൽ എന്നതിന് വ്യവസ്ഥാപിത പൂർവ്വതലം എന്നാ പറഞ്ഞത്, വ്യവസ്ഥാപിത പൂർവ്വതലം. അതേപോലെ കൺവെൻഷണൽ എന്നതിന് അദ്ദേഹം വ്യവസ്ഥാപിത തലം എന്നാണ് പറഞ്ഞത്. അതുപോലെ പോസ്റ്റ് കൺവെൻഷണൽ എന്നതിന് വ്യവസ്ഥാപിതാനന്തര തലം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ആ വാക്കുകളല്ല പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ മലയാള വാക്കുകൾ ഇത്തരം ചോദ്യങ്ങളിൽ വ്യത്യസ്തമായി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ് ഈ ഘട്ടങ്ങളിലെ പ്രത്യേകത? അത് ഡോക്ടർ കെ ശിവരാജൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ആ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഒന്ന് മനസ്സിലാക്കാം. സാൻമാർഗിക വികസനം പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആ ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു ശാസ്ത്രജ്ഞനാണ് കോൾബർഗ്. കോൾബർഗ് സാമൂഹിക വികസനത്തെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം അതിന് പല ഘട്ടങ്ങളായിട്ടാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം കണ്ടെത്തിയത് 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങളുണ്ട് സാൻമാർഗിക വികസനത്തിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 ഘട്ടങ്ങളെ അദ്ദേഹം പ്രീ കൺവെൻഷണൽ എന്ന് വിളിച്ചു, അഥവാ വ്യവസ്ഥാപിത പൂർവ്വതലം. അടുത്ത 2 ഘട്ടങ്ങളെ അദ്ദേഹം കൺവെൻഷണൽ എന്നാണ് വിളിച്ചത്, അഥവാ വ്യവസ്ഥാപിത തലം. അവസാനത്തെ 2 ഘട്ടങ്ങൾ അദ്ദേഹം വ്യവസ്ഥാപിതാനന്തര തലം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ എന്നാണ് അദ്ദേഹം വർഗീകരിച്ചത്. അപ്പോൾ പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, ഇങ്ങനെയാണ് കോൾബർഗ് സാമൂഹിക വികസന ഘട്ടങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതാണ് കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ. ഒന്നാമത്തെ തലം വ്യവസ്ഥാപിത പൂർവ്വതലം, 4 മുതൽ 10 വയസ്സ് വരെ. അതിന് താഴെ തലം 2 വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ. തലം 3 വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. തലം 1 വ്യവസ്ഥാപിത പൂർവ്വതലം അഥവാ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഈ 4 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ഒന്ന്
ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം. അടി കിട്ടരുത്, മാതാപിതാക്കളിൽ നിന്ന് അടി കിട്ടരുത്, അവർ ചീത്ത പറയരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാം ഘട്ടമാണ് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം. കുട്ടികളുടെ ആവശ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടി മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് രണ്ടാം ഘട്ടം. ഇനി തലം 2, കൺവെൻഷണൽ സ്റ്റേജ് അഥവാ വ്യവസ്ഥാപിത തലം. 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അവസ്ഥയാണത്. അതിൽ ഒരു ഘട്ടം സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. അഥവാ അവർക്കൊരു ഗ്യാങ് ഉണ്ടാകും, ആ ഗ്യാങ്ങിന്റെ മാനദണ്ഡങ്ങളോടൊക്കെ യോജിച്ചു പോകുന്ന ഘട്ടം. ഘട്ടം 4, സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സാമൂഹിക നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഘട്ടമാണ് ഘട്ടം 4. ഇനി മൂന്നാമത്തെ തലം വ്യവസ്ഥാപിതാനന്തര തലം. 13 വയസ്സിന് ശേഷമാണ് ഈ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലെ പ്രത്യേകത എന്താണ്? ഘട്ടം 5 നോക്കാം. അതിൽ തലം 3-ൽ 2 ഘട്ടങ്ങൾ, 5, 6 എന്നീ 2 ഘട്ടങ്ങളുണ്ട്. ഘട്ടം 5-ൽ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. അപ്പോൾ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളൊക്കെ കുട്ടി അംഗീകരിക്കുന്ന ഘട്ടമാണ് 13 വയസ്സിന് ശേഷമുള്ള ആദ്യ ഘട്ടം. ഘട്ടം 6 സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ സിദ്ധാന്തങ്ങളുമായിട്ട് കുട്ടി പരിപൂർണമായിട്ട് യോജിച്ചു പോകുന്ന ഘട്ടം. അതാണ് 6ാമത്തെ ഘട്ടം. ഇങ്ങനെ 6 ഘട്ടങ്ങളായിട്ട് 3 തലങ്ങൾ അഥവാ 3 തലങ്ങളായിട്ടുള്ള 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കുട്ടിയുടെ സാൻമാർഗിക വികസനത്തിൽ. ഇങ്ങനെ 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കോൾബർഗ് പറയുന്നത്. കേട്ടറ്റ് പരീക്ഷകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു കോൾബർഗിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം.